നമ്മുടെ ജലം സംരക്ഷിക്കാം ഭാവിക്കായി എന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നഗരസഭ പ്രദേശത്തെ മുഴുവൻ ചിറകളും കുളങ്ങളും കെട്ടി സംരക്ഷിക്കുകയും അത് നാട്ടിലെ എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുക എന്നാണ് ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. വികസനം എന്ന കാഴ്ചപ്പാട് കൂടുതൽ നിർമ്മിതികളുമായി ബന്ധപ്പെട്ടാണ് എല്ലാം നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ടാണ് നഗരസഭ ചിന്തിക്കുന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടത്തുന്നുണ്ട് എങ്കിൽ തന്നെയും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് മുൻതുണ നൽകുവാനാണ് നഗരസഭ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച വഴിവിളക്കുകൾ നമ്മൾ പൂർണ്ണമായും മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഏകദേശം 1,30,00,000 രൂപയുടെ വലിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജലാശയങ്ങൾ സംരക്ഷിക്കുക എന്ന വലിയ പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് നമുക്കറിയാം, ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രളയ സമയത്ത് കൂടുതൽ വെള്ളം വരികയും അതുവരെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിരുന്ന ഈ ചിറ വീണ്ടും ഇതേപോലെ ഒരു കാട് പിടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് നഗരസഭ ഈ പദ്ധതി വീണ്ടും ഏറ്റെടുക്കുന്നത്. ഈ വേനൽക്കാലമാവുമ്പോൾ പല സ്ഥലങ്ങളിലും ഇന്ന് കുടിവെള്ളം ലഭ്യത ഇല്ലാതെ വരുന്നു. ഇത്തരം കുളങ്ങളും ചിറകളും പാടങ്ങളും എല്ലാം സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നഗരസഭ ഇത്തരം പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നതും ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുന്നതും. നമുക്ക് കുളങ്ങൾ പറ്റാതെ എപ്പോഴും ജലം ലഭിക്കും. നമ്മുടെ ഏറ്റവും ഒരു കൗൺസിലറായിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് വെള്ളവും വെളിച്ചവും ആരോഗ്യ പരിപാലനവും ഒക്കെയാണ്. അന്നപ്പം നമ്മുടെ എല്ലാ മുനിസിപ്പാലിറ്റി ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യ പരിപാലനത്തിലും വെള്ളം നൽകുന്നതിനും എല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട് എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ ജലശ്രീയുമായി ബന്ധപ്പെട്ട് 1,15,00,000 രൂപയാണ് നഗരസഭ ഈ സാമ്പത്തിക വർഷത്തിൽ 24-25 സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ആരോഗ്യ മേഖലയിൽ 3,40,00,000 രൂപ ചെലവ് ചെയ്ത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫണ്ട് ഇത് വേറെ ഫണ്ടാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഉപയോഗിച്ച് 3,10,00,000 രൂപ ഉപയോഗിച്ചാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ. അതിപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ മാസം അതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കപ്പെടും. അതുകൂടാതെ തന്നെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പോൾ നമ്മുടെ നഗരസഭയിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈരാറ്റുചിറ, കുന്നമ്പിൾച്ചിറ, കാവിൽച്ചിറ, പനിച്ചിക്കുളം, പൊട്ടക്കുളം ഇത്തരത്തിലുള്ള കുളങ്ങളാണ് ഈ പദ്ധതിക്കകത്ത് ഈ 1 കോടി രൂപയ്ക്കകത്ത് പൂർത്തീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജലം മനുഷ്യൻ്റെ ജീവൻ ആവശ്യകതയാണ്. അത് സംരക്ഷിക്കേണ്ടത് മനുഷ്യനുമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുളങ്ങളും ചിറകളും തോടുകളും എല്ലാം സംരക്ഷിച്ച് ഭിത്തികൾ കെട്ടിത്തിരിക്കുമെങ്കിലും പിന്നീട് ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമാർത്ഥ കാര്യം. ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കിയാണ് ഇപ്പോൾ ഈ ചിറ നന്നാക്കാൻ പോകുന്നത്. കുറച്ചു കാലം ഇതിൻ്റെ ഒരു തുടക്കത്തിൽ ഒന്ന് നീന്തി കുളിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും നാട്ടുകാർ ഇതിനെല്ലാം മറന്നു പോകും. ഇത് പറയാൻ കാരണം നഗരത്തിലെ ഏറ്റവും വലിയ ചിറ എൻ്റെ വാർഡിലാണ് വരുന്നത്. കുറെ കാലഘട്ടത്തിൽ ആളുകളെല്ലാം കുളിക്കും. പിന്നീട് അതൊരു വേസ്റ്റുകളൊക്കെ ഇട്ട് ആളുകളൊക്കെ വന്നിരുന്ന് എന്തെങ്കിലും കഴിച്ച് ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് അതാകെ ചീത്തയായി മാറും. ഇത് മാറാതെ നമ്മുടെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാം, നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒന്ന് ചാടി കുളിക്കാം. ഇതെല്ലാം നാട്ടുകാരിന് ചുറ്റും നടക്കാം, ഇവിടെ ഒന്ന് വന്നിരിക്കാം, ചുറ്റും 10 ചെടി നട്ടുപിടിപ്പിക്കാം. ഇതെല്ലാമാണ് വൈകിട്ട് രാവിലെ ഒന്ന് നടക്കാം ഇതിന് ചുറ്റും. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും വന്ന് ഇത് നശിപ്പിക്കുന്ന ആളുകളൊക്കെ ഇതിനോട് വരാതിരിക്കുകയും ചിറകളെല്ലാം സംരക്ഷിക്കാനും ഇതെല്ലാം സാധിക്കുന്ന തരത്തിലേക്ക് ഈ പദ്ധതി മാറ്റി തീർക്കണം.